ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് LDC അതുപോലെ തന്നെ LP-UP വരുന്ന PSC എക്സാമുകൾക്കൊക്കെ നമുക്കറിയാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫെയർസ് അല്ലേ. അപ്പോൾ കറണ്ട് അഫെയർസിന് നമ്മുടെ ഈ വരുന്ന എക്സാമുകളിൽ ഉള്ള പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാകുന്നതിൽ നിന്നും പിന്മാറിയ ഓസ്ട്രേലിയൻ സംസ്ഥാനം. ഉത്തരം വിക്ടോറിയ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആര്? ഉത്തരം ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. മലയാളിയായിട്ടുള്ള 21കാരൻ VH മുഫീദാണ് ഈ ദേവിക എന്ന് പറഞ്ഞ ഇത് വികസിപ്പിച്ചെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മംഗൾയാൻ ദൗത്യം പ്രമേയമാക്കി നിർമ്മിച്ച ചലച്ചിത്രം. ആ ചലച്ചിത്രത്തിൻ്റെ പേര് യാനം. അതൊരു സംസ്കൃതത്തിലാണ് കേട്ടോ. സംസ്കൃതത്തിലുള്ളൊരു ചിത്രമാണ് യാനം. മംഗൾയാൻ ദൗത്യം പ്രമേയമായി നിർമ്മിച്ച ചലച്ചിത്രമാണ് യാനം. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് വിനോദ് മങ്കരെയാണ്. അതുകൂടാതെ തന്നെ ഏത് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് അല്ലെങ്കിൽ ആസ്പദമാക്കിയാണ് യാനം എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചത്? K. രാധാകൃഷ്ണൻ എഴുതിയ മൈ ഒഡീസി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് മംഗൾയാൻ ദൗത്യം പ്രമേയമാക്കി നിർമ്മിച്ച ചലച്ചിത്രമായ യാനം, സംസ്കൃത ചലച്ചിത്രമായ യാനം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സംവിധാനം ചെയ്തത് വിനോദ് മങ്കരെയാണ്. അടുത്ത ചോദ്യം: ലോകാരോഗ്യ ദിനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. അപ്പോൾ 3 വർഷത്തെയെങ്കിലും ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക, സ്ലോഗൻസ്. 2022 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഇതായിരുന്നു: നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം. 2023 എന്താണ്, നമ്മുടെ കൊറോണയൊക്കെ ഏകദേശം ശമിച്ച് വന്നപ്പോഴേക്കും നമ്മൾ 2023 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഇതായിരുന്നു: എല്ലാവർക്കും ആരോഗ്യം. 2024 ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. ഏപ്രിൽ 7 അതായത് ലോകാരോഗ്യ ദിനം 2024 സ്ലോഗൻ എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അപ്പോൾ 2022 നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം, 23 എല്ലാവർക്കും ആരോഗ്യം, 24 എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. നമുക്കറിയാം ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വന്നത് ഏപ്രിൽ 7 അല്ലേ. അതിനോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ ലോകാരോഗ്യ ദിനമായിട്ട് എന്ന് ആചരിക്കുന്നത്? ഏപ്രിൽ 7 ആചരിക്കുന്നത്. ഈ ലോകാരോഗ്യ സംഘടന സ്ഥാപിച്ച ദിനമാണ് ഏപ്രിൽ 7, 1948. ഇതിൻ്റെ ആസ്ഥാനം നമുക്കറിയാലോ, PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ജനീവ, സ്വിറ്റ്സർലൻഡ്. ഈ ലോകാരോഗ്യ സംഘടന WHO ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് ആണ്. ആരാണ്? ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്, മറന്നുപോരുത്. അടുത്ത ക്വസ്റ്റ്യൻ: സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം ഇന്ദ്രൻസ്. സിനിമാ താരമായിട്ടുള്ള ഇന്ദ്രൻസ്. സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സിനിമാ താരം ഇന്ദ്രൻസ്. അടുത്ത ചോദ്യം: ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദാദാ സാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം യേശുദാസ്. അപ്പോൾ ഇത്തവണത്തെ ദാദാ സാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? യേശുദാസിനാണ് കേട്ടോ. അപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ആരംഭിച്ച വർഷം ഓർത്ത് വയ്ക്കുക, 2016. നമുക്കറിയാം ഈ പുരസ്കാരം കൊടുക്കുന്നത് ആരോടുള്ള സ്മരണയ്ക്കായിട്ടാണ്?
ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ദാദാ സാഹേബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥമാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഇത് ഇത്തവണ കിട്ടിയത് ആർക്കാണ്? നമ്മുടെ യേശുദാസിനാണ്. നെക്സ്റ്റ് ചോദ്യം, AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ആദ്യത്തെ ഇന്ത്യൻ സിനിമ. നമുക്കറിയാം നമുക്ക് AI കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് ഇറ. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് സാം ഭട്ടാചാര്യയാണ്. അപ്പോൾ സിനിമയുടെ പേര് ഇറ, സംവിധാനം സാം ഭട്ടാചാര്യ. നെക്സ്റ്റ് ചോദ്യം, നാറ്റോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അതിൻ്റെ 75ാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്. അപ്പോൾ ഇത് രൂപീകൃതമായത് എന്നെന്ന് PSC ചോദിക്കാം. ഉത്തരം 1949. അപ്പോൾ എത്രാമത് വാർഷികമാണ്? 75ാമത് വാർഷികമാണ് നാറ്റോയുടേത് ഈ 2024 ആഘോഷിച്ചത്. അപ്പോൾ നാറ്റോയുടെ ആസ്ഥാനം കൂടി പഠിച്ചു വെക്കുക, ബെൽജിയമാണ് കേട്ടോ, ബ്രസൽസ്, ബെൽജിയം. ഈ നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറലിൻ്റെ പേര് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് എന്നാണ്. എന്തെന്നാണ്? ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ഈ നാറ്റോ സഖ്യത്തിൽ ആകെ ഇപ്പോൾ 32 രാജ്യങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓർത്ത് വയ്ക്കാം, 32ാമത് അംഗമായ രാജ്യം ഏത്? ഉത്തരം സ്വീഡൻ. മറന്നുപോരുത്, നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യമാണ് സ്വീഡൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നാറ്റോയിൽ അംഗമായ അവസാന രാജ്യം അല്ലെങ്കിൽ ലാസ്റ്റ് രാജ്യം ഏതാണ്? ഉത്തരം സ്വീഡൻ. അത് അംഗമായ ഡേറ്റ് കൂടി ഓർത്ത് വെച്ചേക്കുക, 2024 മാർച്ച് 7. 2024 മാർച്ച് 7. നെക്സ്റ്റ് ചോദ്യം, ഫോബ്സിൻ്റെ ശതകോടീശ്വര പട്ടികയിലെ ആദ്യ മലയാളി വനിത. ഫോബ്സിൻ്റെ ശതകോടീശ്വര പട്ടികയിലെ ആദ്യ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. ആരാണ്? സാറ ജോർജ് മുത്തൂറ്റ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സമ്പന്നനായ മലയാളിയെ കൂടി പഠിച്ചു വെക്കുക, MA യൂസഫ് അലി. MA യൂസഫ് അലി. അങ്ങനെയാണ് നമുക്ക് ഫോബ്സിനെ കുറിച്ച് തന്നെ പഠിക്കാം. ഫോബ്സ് കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആര്? നമുക്കറിയാം, ലൂയി വിട്ടൺ എന്ന് പറഞ്ഞ ഒരു ആഡംബര ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ ഉടമയായ ബെർണാഡ് അർണോൾട്ടാണ് ഫോബ്സ് കണക്ക് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ. ഉത്തരം ബെർണാഡ് അർണോൾട്ട്. 2ാം സ്ഥാനം നമ്മുടെ ഇലോൺ മസ്കിനാണ്. സെക്കൻഡ് പ്ലേസ് വന്നിരിക്കുന്നത് ഇലോൺ മസ്ക്. അതുപോലെ തന്നെ 2024 ഏപ്രിൽ ഈയിടയ്ക്ക് ഫോബ്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആര്? മുകേഷ് അംബാനിയാണ് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ആണെങ്കിൽ ബെർണാഡ് അർണോൾട്ടാണ്, സെക്കൻഡ് ഇലോൺ മസ്ക് ആണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുകേഷ് അംബാനിയാണ്. അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീ ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക. സാവിത്രി ജിൻഡാലാണ് കേട്ടോ. ആരാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീ എന്നറിയപ്പെടുന്നത്? സാവിത്രി ജിൻഡാലാണ്. അതുപോലെ തന്നെ ഈ പട്ടികയിൽ ആകെ എത്ര മലയാളികൾ കൂടി ഉൾപ്പെട്ടു എന്ന് ഓർത്ത് വെക്കുക? 14 മലയാളികൾ. 14. ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നമുക്കറിയാം, 6ാമത് ഹോക്കി ഇന്ത്യ അവാർഡ് 2023 24 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച ഇന്ത്യൻ ഹോക്കി താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഹാർദിക് സിംഗ്. ആരാണ്? ഹാർദിക് സിംഗ്. അങ്ങനെയാണെങ്കിൽ മികച്ച ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് PR ശ്രീജേഷ് ആണ്. ആരാണ്? PR ശ്രീജേഷ്. PR ശ്രീജേഷിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ റെക്കോർഡുകളും, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ, അദ്ദേഹം ഇപ്പോൾ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായി നോക്കി വെച്ചേക്കുക. മികച്ച ഡിഫൻഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ഹർമൻ പ്രീത് സിംഗ് ആണ് കേട്ടോ. മികച്ച ഡിഫൻഡർ ഹർമൻ പ്രീത് സിംഗ്. അതുപോലെ തന്നെ മികച്ച വനിതാ താരം ആരാണ്? സലിമ ടെറ്റയാണ് കേട്ടോ. സലിമ ടെറ്റെ. അതുപോലെ തന്നെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള മേജർ ധ്യാൻചന്ദ് പുരസ്കാരം. നമുക്കറിയാം, ധ്യാൻചന്ദ് പുരസ്കാരം ഏത് മേഖലയിലെ മികവിനാണ് കൊടുക്കുന്നത്? ഹോക്കി എന്ന് പറഞ്ഞ ആ ഒരു കായിക മേഖലയിലെ മികവിനാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള മേജർ ധ്യാൻചന്ദ് പുരസ്കാരം കിട്ടിയ വ്യക്തി അശോക് കുമാർ. ആരാണ്? അശോക് കുമാർ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് നോക്കിയത്. കറണ്ട് അഫെയർസ് പഠിക്കാനായിട്ടുള്ളൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ്
വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകൾ തുടർന്നും നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.